എൻ്റെ പേര് അരുൺ. ഞാൻ കോട്ടയം സ്വദേശിയാണ്. കഴിഞ്ഞ വർഷം വേനൽക്കാല അവധിക്ക് ഞാൻ എൻ്റെ അച്ഛൻ്റെ തറവാട് വീട്ടിലേക്കാണ് പോയത്. ആ വീടും അതിൻ്റെ ചരിത്രവും എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ ഒരു കാര്യം മാത്രം ആരും എന്നോട് പറഞ്ഞില്ല. വലിയൊരു വീടായിരുന്നു അത്. നല്ല പഴക്കമുള്ള കെട്ടിടം. വലിയ ചെമ്പിൽ മൂടിയ കിണറുണ്ടായിരുന്നു അവിടെ. പക്ഷേ വടക്കേ മുറി തുറക്കരുതെന്നായിരുന്നു നിർദ്ദേശം. അവരൊരിക്കലും ആരും താമസിച്ചിരുന്നില്ല. വെറും ഇരുട്ടു മാത്രമേ അവിടെ ഉള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞു. അത് അവളുടെ മുറിയായിരുന്നു. അവളെക്കുറിച്ച് പിന്നെ പറയാം, അദ്ദേഹം പറഞ്ഞു. രാത്രിയായപ്പോൾ എല്ലാവരും കിടന്നു. ഞാൻ ഫോണിൽ റീൽസ് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടത്തെ കണ്ണാടിയിൽ മൊത്തം മഞ്ഞു മൂടിയ പോലെ കാണപ്പെട്ടു. അതിലെന്തോ എരുതിയതുപോലെ തെളിഞ്ഞു വന്നു. എനിക്ക് പേടിയായി. സർവ്വധൈര്യവും സംഭരിച്ച ഞാനത് എന്താണെന്ന് വായിക്കാനായി കണ്ണാടിയുടെ മുമ്പിലേക്ക് പോയി. പിറ്റേ ദിവസം അപ്പുറത്തെ മുറിയിലെ അലമാരയിൽ നിന്നും ഒരു പഴയ ഡയറി കണ്ടെത്തി. അതൊരു പെൺകുട്ടിയുടേതായിരുന്നു. അവൾ ആ വലിയ വീട്ടിൽ ഒറ്റക്കായിരുന്നു. അവൾക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ വലിയ താൽപ്പര്യമായിരുന്നത്രേ. പക്ഷേ ആരും അവളെ കാണാനോ സംസാരിക്കാനോ വന്നില്ല. മനം നൊന്ത് അവൾ ജീവനൊടുക്കി. അന്ന് രാത്രിയിലും കാറ്റ് ആഞ്ഞു വീശി. മുറിയിൽ തീരെ വെളിച്ചമില്ല. ഞാൻ മെഴുകുതിരി തെളിയിച്ചു. അപ്പോൾ ആരോ എൻ്റെ പിന്നിലുള്ളതുപോലെ തോന്നി. പതിയൊരു ശബ്ദം കേട്ടു. നീ എന്നെ ഒറ്റക്കാക്കി. ഞാൻ തിരിഞ്ഞു. ആരുമില്ല. പക്ഷെ കണ്ണാടിയിൽ അവളുടെ മുഖം. അതിനുശേഷം എനിക്കുറക്കം പോയി. അവളുടെ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാമായിരുന്നു. ചെറിയ ചിരികളും കരച്ചിരികളും. അപ്പോൾ അവിടെ എന്നെ കാണാനെത്തിയ അമ്മ എൻ്റെ കണ്ണുകൾ കണ്ട നിലവിളിച്ചു. എൻ്റെ കണ്ണ് ആകെ കറുപ്പ് നിറമായിരുന്നു. വെള്ളൊരു തരി പോലുമില്ലാതെ.